ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും കബളിപ്പിച്ചുകൊണ്ടാണ് സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് ശബരിമല കർമ്മസമിതി. ദേവസ്വം ബോർഡ് ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. കോടികളുടെ നഷ്ടമുണ്ടാക്കിയെന്നും ദേവസ്വം ബോർഡ് രാജിവെക്കണമെന്നും ശബരിമല കർമ്മസമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ശബരിമല കർമ്മസമിതി ശക്തമായ ഭാഷയിലാണ് സർക്കാർ അയ്യപ്പ സംഗമത്തെ വിമർശിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നിഷ ദിലീപ്. വിനോദ്, സർക്കാർ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഈ സർക്കാരിനും ദേവസ്വം ബോർഡിനും ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ പാലിക്കാതെയാണ് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 19-20 ദിവസങ്ങൾ, അതായത് സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ആ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂയിൽ പോലും അത് കാണുന്നുണ്ട്. മാലയിട്ട് മല കയറാനെത്തുന്ന ഭക്തന് അതിനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുകയാണ്. വെർച്വൽ ക്യൂവിലൂടെ പരമാവധി 20,000 പേരെ മാത്രമാണ് പ്രവേശിപ്പിക്കുന്നത്. ബാക്കി സർക്കാരിൻ്റെ അതിഥികളായി അങ്ങനെ തന്നെ പറയാം എത്തുന്ന ആളുകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി മാലയിട്ട് മല കയറാനെത്തുന്ന ഭക്തന് പ്രവേശനം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ 2 ദിവസങ്ങളിൽ 19-20 ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. അത് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ ദേവസ്വം ബോർഡിനെ കുറിച്ച് ശബരിമല കർമ്മസമിതി പറഞ്ഞത് മറ്റുള്ള ആളുകൾക്ക്, അതായത് പൊതുജനങ്ങൾക്കും അയ്യപ്പ ഭക്തർക്കും അടക്കം എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ദ്വാരപാലക ശില്പത്തിലെ 2 സ്വർണ്ണപ്പാളികളടക്കം അവിടെ നിന്നും മാറ്റി കടത്തിക്കൊണ്ടുപോയതും ആ സ്വർണത്തിലെ കുറവും അതെല്ലാം കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണ്. എന്തായാലും ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സംഗമവും 22-ന് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ നടത്തുന്നത് ഒരു നിക്ഷേപക സംഗമം തന്നെയാണ്. കാരണം ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകളടക്കം എവിടെയും സർക്കാർ ബോധിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ഇതിനിട്ട പന്തലടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ ഇതിൻ്റെ ദൂരത്ത് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്തായാലും ദേവസ്വം ബോർഡ് ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് സമാനമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പന്തളത്ത് അയ്യപ്പ ഭക്തർ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ ഒരു പ്രസക്തി വർദ്ധിച്ചു എന്നാണ് ശബരിമല കർമ്മസമിതി ഇന്ന് എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വ്രതമെടുത്ത് ശബരിമലയിൽ എത്തുന്ന ഭക്തർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. 19-20 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂവിലടക്കം അത് പ്രകടമാണ്. ഇതിൽ സർക്കാരിന് ശബരിമലയോട് അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തോട് വിശ്വാസവും പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് 2008-ൽ സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കാൻ തയ്യാറാകണം. ഒപ്പം തന്നെ അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവണം. അതൊക്കെ തന്നെ പരസ്യമായി സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറാവണം. അതിനൊക്കെ തയ്യാറുണ്ടോ എന്നാണ് ശബരിമല കർമ്മസമിതി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിനോട് ചോദിച്ചത്. എന്തായാലും ഈ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ 22-നാണ് ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കുന്നത്. വിനോദ്, തീർച്ചയായും സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമം സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും കബളിപ്പിച്ചുകൊണ്ടുള്ള യോഗമാണ് എന്നുള്ളതാണ് ശബരിമല കർമ്മസമിതി ആരോപിക്കുന്നത്. ഇത് ആത്മാർത്ഥതയോടെ ഭക്തരെ സമീപിക്കുന്ന ഒരു നിലപാടല്ല സർക്കാരിൻ്റേത്. ഭക്തരെ കബളിപ്പിക്കുകയാണ് ദേവസ്വം ബോർഡെന്നും ശബരിമല കർമ്മസമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.